നമുക്ക് ഇതിൻ്റെ ഒരു നാൾ വഴിയിലൂടെ തുടങ്ങാം. നാട്ടിൽ നടന്ന ഒരു വലിയ ഇൻസിഡന്റ് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തതുകൊണ്ട് അതായത് 22ഓളം പേര് ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ട് ഇവിടെ ഗോസ്ഫോർഡാണ് വന്നത്. അതാണ് അതിന്റെ ഏറ്റവും അവർക്ക് എഴുതി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അട്ടകടിച്ചു. എത്ര നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന പോലെ ഞങ്ങളുടെ ഷോർട്ട് മൂവിയായ മഞ്ഞൾ മറിഞ്ഞവരുടെ പോസ്റ്ററൊക്കെ ഞങ്ങൾ റിലീസ് ചെയ്തു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പറയാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം എന്താ വിൻഡോ, നമ്മൾ എങ്ങനെയാണ് തുടങ്ങണ്ടേ? നമുക്ക് ഇതിൻ്റെ ഒരു നാൾ വഴിയിലൂടെ തുടങ്ങാം. അതായത് ഒരു 6-7 മാസം മുമ്പ് ട്രിവാൻഡ്രത്തുള്ള അനൂപ് നായർ, നമ്മുടെ അരുണിൻ്റെ സുഹൃത്ത് വഴിയാണ് ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ കണ്ടൻറ്റ് എടുത്തിട്ട് അരുൺ എൻ്റെ അടുത്ത് സംസാരിച്ചു. നമ്മൾ കുറേ 1-2 മാസം ഇത് വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അതൊന്നും ആവാതിരുന്നപ്പോഴാണ് പിന്നെ സീജ നാട്ടിലായിരുന്ന സമയത്ത് പിന്നെ അങ്കിത ജോയിൻ ചെയ്തു. അപ്പം നമ്മുടെ അന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റുള്ളൊരു ചെറിയൊരു സാധനം ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ സീജ നാട്ടിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓഫ് കോഴ്സ് അത് വലിയൊരു 15-16 മിനിറ്റുള്ള ഒരു വലിയൊരു ഷോർട്ട് മൂവി ആയിട്ട് മാറി. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു നാൾ വഴി ആക്ച്വലി. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നാട്ടിൽ നടന്ന ഒരു വലിയ ഇൻസിഡൻറ്റ്, അതായത് പ്രളയത്തിനൊക്കെ ശേഷം നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും വിഷമിപ്പിച്ച അല്ലെങ്കിൽ അത്രമാത്രം സങ്കടത്തിലാഴ്ത്തിയ ഒരു സംഭവം ഓസ്ട്രേലിയയിൽ റിക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചിങ് ആണ് നമ്മൾ ചെയ്ത് തീർത്തത്, കംപ്ലീറ്റ് ചെയ്തത്. അതാണ് നമ്മുടെ മണ്ണിൽ മറിഞ്ഞവർന്ന സംഭവത്തിൻ്റെ ഒരു ആക്ച്വൽ നാൾ വഴികൾ. ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു ഈവൻറ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ കുറച്ച് ആൾക്കാർ ആ നടന്നു പോയ അവരുടെ ഇമോഷൻസ്, അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. അല്ല, അത് ശരിക്കും സീജ ശരിക്കും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു, റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ആ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തത്. അത് അന്ന് ന്യൂസിൽ കണ്ട കുറേ കാര്യങ്ങളൊക്കെ എന്നെ കുറേ ടച്ച് ചെയ്ത കുറേ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ നമ്മളൊന്ന് നമ്മുടേതായിട്ടുള്ളൊരു ഫിക്ഷനും ഒക്കെ ചേർത്താണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഇത് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ നാട്ടിലെ ഒരു എവിടെ ഫ്രെയിം വെച്ചാലും അവിടെ ഓസ്ട്രേലിയയുടെ എന്തെങ്കിലും ഒരു സംഭവം കാണും, ഒരു പോസ്റ്റോ വീടിന്റെ റൂഫോ എന്തെങ്കിലുമൊക്കെ. അതെ, അത് നമ്മുടെ ഒരു മെയിൻ ചലഞ്ച്, നമ്മുടെ മെയിൻ വറി അത് തന്നെയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ മാക്സിമം നമ്മളത് നാടിൻ്റെ അതേ ഫീല് കിട്ടാനായിട്ട് കുറേ മാറ്റങ്ങൾ വരുത്തി, കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിനോട് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓസ്ട്രേലിയയിൽ ഈ ഗോസ്ഫോർഡ് സെൻട്രൽ കോസ്റ്റ് എന്നുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് അതിന് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ അപ്രോച്ച് ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ ലൊക്കേഷൻ ഹണ്ട് എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചായിരുന്നു, വലിയ ടാസ്ക്. കാരണം നമ്മൾ ഇപ്പോൾ മറ്റേ ഷോർട്ട് ഡിവിഷനൊക്കെ എഴുതി കഴിയുമ്പോൾ ഇതെവിടെ ഷൂട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പലവരും മനസ്സിൽ പല ഫ്രെയിമുകൾ വന്നു. അതെ, ഇതിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് എങ്ങനെ എവിടെ നമ്മളിത് ഷൂട്ട് ചെയ്യുമെന്നുള്ളതാണ്, ഇത് നടക്കുമോ അങ്ങനെയുള്ള ചിന്തകൾ വരെ ഉണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഇത് ഈ ഫസ്റ്റ് ഇനീഷ്യൽ ടൈമിൽ ഒരു 3-4 മിനിറ്റ്സ് കോണ്ടന്റ് ആയിരുന്നപ്പോൾ ഒരു വീടിനകത്ത് ചെയ്യാം, അതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ. പക്ഷെ സ്റ്റോറി കൂടിയപ്പോൾ ഇത് എവിടെ ചെയ്യുമെന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ലീഗൽ കാര്യങ്ങൾ നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ലീഗൽ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ ലൊക്കേഷൻ കണ്ടിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്ത എല്ലാവരും തന്നെ നമ്മളോട് ഏസ് പറഞ്ഞിട്ടേ ഉള്ളൂ, ആരും തന്നെ നോ പറഞ്ഞിട്ടില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഓസീസ്, അവരുടെ നല്ല ഏക്കറേജ് പോലെയുള്ള ഒരു പ്രോപ്പർട്ടീസ് ഇതിനോട് മാച്ചിങ് ആയിട്ട് വരുന്ന അവരെല്ലാവരും നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തു. നമ്മൾ അവർക്ക് ഒത്തിരി അതെ. ഇതില് ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറഞ്ഞാല് നമ്മളൊരു ലൊക്കേഷൻ കണ്ടു ചെയ്യാനായിട്ട് ഇങ്ങനെ കാറിൽ പോവാണ്. അപ്പം നമുക്കൊരു സ്ഥലം കിട്ടി. പക്ഷെ എങ്ങനെ അവിടെ പോയി ചോദിക്കും അറിയില്ല. ഇപ്പം രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വണ്ടി അവിടെ ചെന്ന് നിർത്തി പതുക്കെ ഡോറൊക്കെ ബെല്ലടിച്ച് ചെയ്തപ്പോൾ ഒരു ഓസി ഇറങ്ങി വന്നു. അപ്പോൾ അവരോട് നമ്മൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊരു പേടി പോലെയായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ആദ്യം നമ്മൾ പറയാതെ നമ്പർ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഒരു ആഴ്ച കഴിയുമ്പോൾ നമ്മളൊരു ടെക്സ്റ്റൊക്കെ ചെയ്ത് ഒരു അനുവാദമൊക്കെ മേടിച്ച് ഞങ്ങളൊരു വൈകിട്ട് ചെല്ലാണ് പോയി നോക്കാമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഹസ്ബൻഡ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. അത് ഭയങ്കര സർപ്രൈസ്. പിന്നെ അവർ ഹെൽപ്പ് ചെയ്തു. അത് രാത്രി മഴയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ സെറ്റപ്പൊക്കെ ആക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടോ. അപ്പോൾ എവിടെയൊക്കെ ചെന്ന് നമ്മൾ അപ്രോച്ച് ചെയ്തോ
അവരൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അത് തന്നെയാണ് ഈ പ്രൊജക്ടിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, പിന്നെ വേറൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിലൊരു 10, 28, 29 പേര് 1.5 വയസ്സുള്ള കുട്ടി മുതൽ അങ്ങനെ 10, 28, 29 പേര് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ നേഴ്സസ് ആണ്. അപ്പം നേഴ്സസിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ, അവർ റൊട്ടേറ്റിംഗ് റോസ്റ്റർ വർക്ക് ചെയ്യുന്ന മോർണിംഗ് ഈവനിങ് നൈറ്റും ഒക്കെ. അപ്പോൾ ഇവരുടെ ഒരു അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളെല്ലാവരും വീട്ടിലെ കാര്യങ്ങൾ നോക്കി മാറ്റി വെച്ച കാര്യം പലരും പല സിക്കോളും വിളിച്ച്, എന്നാലും എല്ലാവരും എല്ലാം പറഞ്ഞ് ആ ഒരു ഷെഡ്യൂളിൽ കറക്റ്റായിട്ട് അവൈലബിൾ ആവാൻ മാക്സിമം ട്രൈ ചെയ്തു. കാരണം നമ്മള് ജോലിയും കളയാൻ പറ്റത്തില്ല, വീടും കളയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനിടയ്ക്ക് പറ്റുന്ന നമുക്ക് കിട്ടുന്ന 2-3 ദിവസം അല്ലെ 2 ദിവസം ഒരാഴ്ച കിട്ടുന്ന ആ ദിവസം കൊണ്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്, ജസ്റ്റ് വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു ആഗ്രഹം, അതിന് പുറത്ത് ഇത് ചെയ്തിരിക്കുന്നതാണ്. അല്ല, അതില് പറയുമ്പോൾ വേറെ കാര്യം പറയണം. ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ ടൈറ്റ് ഷെഡ്യൂളാണ്. ടൈറ്റ് ഷെഡ്യൂൾ നമുക്ക് വീക്കിലി 1 ദിവസമോ 2 ദിവസമൊക്കെ അവൈലബിൾ ഉള്ളൂ. നമുക്ക് വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ ജോലി ചെയ്താലേ ശമ്പളം കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു ഓഫ് കിട്ടുന്ന 1-2 ദിവസം എന്ത് ചെയ്യണമെന്ന് ഒരാഴ്ച മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടുണ്ട്. ഇപ്പം എൻ്റെ വൈഫായാലും നിന്റെ ഹസ്ബൻഡായാലും നിന്റെ ഹസ്ബൻഡൊക്കെ അവർക്ക് ആ സപ്പോർട്ട് കൊണ്ട് മാത്രം ഈ സംഭവം നടന്നു പോയതാണ്. അപ്പൊ അതല്ലെങ്കിൽ മാത്രമല്ല അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സഹായങ്ങളും എല്ലാത്തിനും അവരുടേതായിട്ടുള്ള ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷെ നാട്ടിൽ ചെയ്യാൻ പറ്റും, കുറെ കൂടി നമുക്ക് ആക്സസ് ഉണ്ട്, നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഇവിടൊക്കെ അത് പിന്നെ ഇതിൽ ചെയ്ത ആളുകൾ എന്ന് പറയുന്ന അങ്ങനെ മുമ്പ് പരിചയമുള്ളവരൊന്നും അല്ല, അഭിനയിച്ച് പരിചയമുള്ളവരൊന്നും അല്ല. നമ്മളാണെങ്കിലും അതെ, നമ്മുടെ എല്ലാവരുടെയും ഒരു സ്റ്റേജ് പ്ലേയോ ഡ്രാമയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സംരംഭം ആദ്യമായിട്ടാണ്. അപ്പോൾ അത് 28ഓളം പേര് ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ട് ഇവിടെ ഗോസ്ഫോർഡാണ് വന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ. അതിൽ 1-2 പേർക്കൊക്കെ മാത്രമാണ്, എല്ലാവരും കണ്ടിട്ടാണ് നമ്മളോട് പറയേണ്ടത് എങ്ങനെ. പക്ഷെ ഈ വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചാൽ ഈ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഓരോരുത്തർ അപ്രോച്ച് ചെയ്യുള്ളൂ, ഒരു കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ പോലും നോ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ ആരുടെ അടുത്ത് പറയണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല, അത് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടെക്നിക്കൽ നോളജ് ഉള്ള അറിയാവുന്ന ആളും കൂടി ഇതിനകത്ത് വേണം. അപ്പം അരുണിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അരുണിന്റെ ഒരു ബാക്ക് ബോൺ തന്നെയായിരുന്നു, അത് എടുത്തു പറയാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇനിയും ഇത് എവിടെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വഴിയെ നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അത് ചെയ്യണം. പിന്നെ വേറെ കാര്യം പെട്ടെന്ന് ഓർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ വെതറൊന്നും ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് സപ്പോർട്ടായിരുന്നില്ല അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിരുന്നില്ല. അത്രയും മോശമായൊരു വെതറിലൊക്കെ ഷൂട്ട് ചെയ്യാനും അതിൽ അഭിനയിക്കാനും ക്യാരക്ടറായിട്ട് ചെയ്ത ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമമായിരുന്നു. അവരെ കൊണ്ട് ഈ സമയത്ത് ചെയ്യിക്കണല്ലോ എന്ന്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ തണുപ്പ് കാലത്ത് നമ്മൾ നാട്ടിലെ ഒരു കാര്യം എല്ലാവരും കോട്ടൺ തുണിയൊക്കെ കൊടുത്ത് മഴ നനഞ്ഞ് തണുപ്പത്ത് പിള്ളേര് തൊട്ട് എല്ലാവരും ആ ഒരു വിറങ്ങലിച്ച് നിന്നെ ആ ഒരു ദിവസം നമ്മൾ ഷൂട്ട് വെളുപ്പിന് 2:30-3 മണി വരെ പോയി. അപ്പൊ കൊച്ചൊക്കെ പിള്ളേർ 2 കൊച്ചുകൾ അത്ര നേരം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവർക്ക് മഴ നനഞ്ഞും കാറ്റ് കൊണ്ടും അട്ടകടിച്ചു എത്ര പ്രാവശ്യം സീജറെ 2-3 പ്രാവശ്യം അട്ടകടിച്ചു. മറ്റേ അജയ് ചേട്ടനെ അട്ടകടിച്ചു. അപ്പൊ അതൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ചെളിയിലും അട്ടകടിക്കുമ്പോഴും നമ്മൾ മിണ്ടാതെ അട്ടകടിച്ചിട്ട് അവള് മിണ്ടിയില്ല. സീജ അട്ടകടിച്ചിട്ട് മിണ്ടാതെ ആ ഫ്രെയിം പോകലോന്ന് വിചാരിച്ച് സഹിച്ചു നിന്നു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അട്ടകടിച്ചു സോക്സ് ഇങ്ങനെ പിഴിഞ്ഞു നോക്കിയപ്പോൾ ഫുള്ള് ബ്ലഡ്. ഇതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഞാനാണെങ്കിലും ബിന്ദു ആണെങ്കിലും അങ്കിത ആണെങ്കിലും അരുണാണെങ്കിലും അനൂപാണെങ്കിലും എല്ലാവരും ഇതെങ്ങനെ നന്നാക്കാം അതിൻ്റെ ഒരു ശ്രമത്തിലായിരുന്നു. അതിൻ്റെ പേരിൽ കുറച്ച് നമ്മള് തർക്കങ്ങൾ ഉണ്ടായിട്ട് ഇനി നമുക്ക് ഇനി ഇതിന്റെ ബാക്കി എന്താന്ന് പറയണ്ടേ. അതില് തർക്കങ്ങൾ പറയുന്നത് അതെ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റോങ് ഡയറക്ഷനിലായിരിക്കും പോകണം. അപ്പം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പല ആളുകൾ പല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ അത് പോയിട്ടുണ്ട്. അങ്ങനെ പോയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് മൂവി എടുക്കുക എന്നുള്ള വലിയ സംഭവമൊന്നുമല്ല. ഒരു ഹൈസ്കൂൾ പിള്ളേർക്ക് അല്ലെങ്കിൽ ഒരു UP-ലൊക്കെ പഠിക്കുന്ന ചെറിയ ഒരു ഫോൺ കൊണ്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട് മൂവി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം. പക്ഷേ നാട്ടിലൊരു സംഭവം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതായിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ച്. അത് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു
വലിയൊരു വിശ്വാസം. അതാണ് ഏറ്റവും ഒരു സന്തോഷം. പിന്നെ അങ്കിത പറഞ്ഞ ഇപ്പം മ്യൂസിക്കിന്റെ കാര്യം, അത് ഭയങ്കര അത് നമ്മളൊന്നും ആദ്യം ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യമാണ്. ചിന്തിക്കാത്ത കാര്യം. പിന്നെ നമ്മള് ഒരു ഷോർട്ട് മൂവി ആകുമ്പോൾ അതിനൊരു പാട്ട് വേണം, പിന്നെ അത് പാടാൻ ആള് വേണം, ഇതിന് ലിറിക്സ് വേണം, അങ്ങനെ വന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്കാണത്. ബഡ്ജറ്റും ഫ്രണ്ട്ലി ആയിരിക്കണം, അതൊക്കെ വലിയൊരു ഘടകമായിരുന്നു. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട് ജോസിൻ വഴിയാണ് ഞങ്ങൾ മെജോ ജോസഫിന്റെ അടുത്ത് പല മൂവീസിലും എന്താ സംഗീത ട്രാഫിക് ഒക്കെ ചെയ്ത മെജോ ജോസഫ് ആണ് നമുക്ക് വേണ്ടി. ഒരിക്കലും മെജോ ജോസഫ് ഇതിലോട്ട് നമ്മൾ ചോദിച്ചാൽ തന്നെയും പുള്ളി അത് എഗ്രി ചെയ്യുമെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. കാരണം നമ്മളെ പോലുള്ള ന്യൂ കമേഴ്സ് ഇതിൽ ചെയ്യുമ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ത്രൂ വയലാർ സാക്ഷാൽ വയലാർ ശരചന്ദ്രവർമ്മ ഇതിലേക്ക് വന്നു. അവരൊക്കെ എഴുതി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വയലാർ രാമവർമ്മയുടെ മകൻ അവരൊക്കെ അത് എഴുതി തരാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ്. കാരണം വേറെ ഒരു എന്താ പറയുക ന്യൂ കമേഴ്സിന് അല്ലെങ്കിൽ വേറൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് മൂവി ചെയ്യുന്നവർക്ക് കിട്ടാത്തൊരു ഭാഗ്യം നമുക്ക് ഇവിടെ കിട്ടി. അതിന്റെ ഒപ്പം തന്നെയാണ് വിധു പ്രതാപ് പാടാൻ പോകുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അപ്പൊ എന്തായാലും നമ്മുടെ ഔട്ട്പുട്ട് എന്തായാലും മെജോ ചേട്ടനും ശരത്തേട്ടനും വിധു പ്രതാപിനും ഒക്കെ ഞങ്ങളുടെ പ്രത്യേക നന്ദി പറയണം. അതെ അതെ അതെ. പിന്നെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ഔട്ട്പുട്ട് എന്തായാലും ഭംഗിയാവുന്ന നമുക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. പിന്നെ അതിൻ്റെ റിലീസിങ് ആണ്, അത് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് രീതി തന്നെ നമ്മൾ ചെയ്യും. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും റിവീൽ ചെയ്യാലോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഇതിനെല്ലാം നമുക്ക് പൈസ വേണം. അതെ, ഫണ്ട്. തീർച്ചയായിട്ടും അതിനാണ് നമ്മുടെ ഇവിടെ ഗോസ്ഫോർഡുള്ള കമ്മ്യൂണിറ്റിയിലുള്ള അല്ലേ ബോറോ ഹോം ലോൺസിന്റെ അനീഷ് കമലാസൻ, അനീഷ് ഏട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിന്റെ ആയാലും ഇപ്പം നമ്മളത് അപ്രോച്ച് ചെയ്യുമ്പോഴേ അദ്ദേഹം നമ്മളെല്ലാവരും അറിയുന്ന ആളാണ്, നമ്മുടെ സുഹൃത്താണെങ്കിലും ആൾക്കൊരു മടി ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അതെന്താ ബിന്ദു എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. എങ്ങനെയാ ചെയ്യേണ്ടത് പോലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളിത് ഇതിന്റെ ഔട്ട്കം എന്താവും നമുക്ക് അറിയത്തില്ലാത്ത ഒരു സ്റ്റേജിലാണ് നമ്മളോട് ഒരു പ്രൊഡ്യൂസർ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഇത്രയും വലിയൊരു ബജറ്റിന് വേണ്ടി നമ്മളോട് രസം പറയുന്നത്. അതെ അതെ, നമ്മൾ തുടക്കം നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ആഡ് ഓൺ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണെന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ആദ്യം നമ്മുടെ കമ്മ്യൂണിറ്റി ആണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ അപ്പം അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം അങ്ങനെ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ വിശ്വസിക്കുന്നു, അതാണ് വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും ഭീകരമായിരിക്കും, സൂപ്പറായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. എന്നാലും പരിമിതികളൊക്കെ ഉണ്ടാകും. കാരണം ഞങ്ങൾ എല്ലാവരും പുതിയതാണ് ഇതിലേക്ക്, അഭിനയിച്ചവരും അതിന്റെ പുറകിൽ നിന്നവരും ഒക്കെ. ബാക്കിയെല്ലാം എന്താ പറയാ നമ്മുടെ പ്രേക്ഷകരുടെ കയ്യിലെ സപ്പോർട്ടിലാണ് ഇരിക്കുന്നത്. അതെ, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ സ്റ്റോറി ബീറ്റ് സ്റ്റുഡിയോ. അതെ, സ്റ്റോറി ബീറ്റ് സ്റ്റുഡിയോ പറ്റി അല്ല, സ്റ്റോറി ബീറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്റ്റുഡിയോ ആണ്. സ്റ്റോറി ബീറ്റ് സ്റ്റുഡിയോ വേറെ സ്റ്റുഡിയോ അല്ല, അത് നമ്മുടെ സ്വന്തമാണ്. അപ്പം നമ്മൾ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. സ്റ്റോറി ബീറ്റ് എന്തായാലും മുകളിലേക്ക് പോകും. ഇനിയും പുതിയ പ്രൊജക്റ്റുകൾ വരും, പുതിയ രീതികളിൽ കൂടെ വരും. എന്തായാലും അതിനുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യണം. തീർച്ചയായിട്ടും അവരോടൊപ്പം നമ്മളുണ്ടാവും. ഇനിയിപ്പോൾ നാളെ പുതിയ ആളുകൾ വെച്ചിട്ടും പുതിയ സബ്ജക്റ്റുകൾ വെച്ചിട്ട് വരണം. അങ്ങനെയല്ല, എന്തായാലും നമ്മളോട് ജീവിക്കുകയാണ് അല്ലേ. നമ്മുടെ ഇനിയുള്ള ജീവിതം ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ നാട്ടിൽ തന്നെയാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് നഴ്സസ് ആകുമ്പോൾ നമുക്കൊരു മോണോട്ടോണസ് ജോബാണ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർ നമ്മൾ ഒരുമിച്ച് കൂടാനും നമുക്ക് അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്. കാര്യം ഇതിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. ലേറ്റ് ആയാലും അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ മോശമാണെങ്കിൽ പോലും അതിലെല്ലാം നമ്മളൊരു ഫൺ അല്ലെ ഒരു എൻജോയ്മെന്റ് ഫാക്ടർ കണ്ടെത്തിയിരുന്നത്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമുക്ക് ആ സമയത്തൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന ഒരു വലിയ കാര്യങ്ങളാണ്. ജോബി ആയാലും ഗ്രീഷ്മ ആയാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത്രയും പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അത് നമ്മൾ ചെറിയ കാര്യമല്ല, കാരണം അതൊക്കെ ആ സപ്പോർട്ട് കേട്ടോ വലിയൊരു കാര്യമാണ്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വന്നു കയറുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും പേര് 29 ആർട്ടിസ്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റി എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാതെ അവരുടെ ഫാമിലീസും ബാക്കി കാര്യങ്ങളും ആൾക്കാരും എല്ലാം കമ്മ്യൂണിറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. തീർച്ചയായിട്ടും എല്ലാവരുടെ ഫാമിലി, ആ പിള്ളേരൊക്കെ അവർ വിട്ടതും അവരുടെ ഷെഡ്യൂളൊക്കെ മാറ്റി
പിള്ളേരെ അറേഞ്ച് ചെയ്ത് വിട്ടതും അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ടേ ആ ഒരു വൈബിൽ മുന്നോട്ട് പോകും. അത് വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം നമ്മളെ കുറേ ഒത്തിരി ഒരുപാട് സീനിയേഴ്സായ ചിലപ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. ചിന്തകൾക്ക് ചിലപ്പോൾ ഒരു ഇത് വരും, ഒരു ലിമിറ്റേഷൻസ് വരും, പിന്നെ ഫ്രീഡം കുറയും, അങ്ങനെയൊക്കെ ചിലപ്പോൾ വരും. അപ്പം അതും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആവാനായിട്ടൊരു നിമിത്തം നീ വിചാരിക്കണോ? അതെ. അപ്പം ഞങ്ങള് എവിടെയാ നമ്മൾ റിലീസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇനി പിന്നെ പറയുന്നത്. തീർച്ചയായിട്ടും പറയാം. ജൂലൈ അവസാനത്തോടുകൂടി ജൂലൈ ലാസ്റ്റ് വീക്ക് എന്തായാലും നമ്മളത് ചെയ്യും. പിന്നെ പ്രിയപ്പെട്ടവർക്ക് എന്തായാലും കാണാനുള്ള അവസരം എന്തായാലും നമ്മൾ ഉണ്ടാക്കുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം എല്ലാവരും ഞങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.